കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നൈസ് ഒരു പണി കിട്ടിയിട്ടിരിക്കണമെന്നും പറഞ്ഞ്. അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ പോണ സംഭവം എന്ന് വെച്ചാൽ നേരെ ഇതാണ്ട ഈ ഡ്രിൽ മെഷീൻ കൊണ്ടിട്ട് നൈസായിട്ട് ആ ഒരു ത്രെഡ് ഫുള്ളായിട്ട് ഹോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 1.5 ആണ് ഇതിൻ്റെ ഹോൾ. അപ്പോൾ ഇപ്പോൾ ഒരു 1 mm ഇട്ടിട്ട് ജസ്റ്റ് ആ ത്രെഡ് കംപ്ലീറ്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴത്തേക്ക് എടുത്തിട്ട് ഈ സംഭവം കംപ്ലീറ്റ് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഫുൾ സെറ്റ് ഉണ്ട് ഇതിൻ്റെ റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരെ സെറ്റ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി ഓക്കെ ആവും. അങ്ങനെ സംഭവം ഫുള്ളായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ അടുത്ത ഈ പുതിയ സെറ്റ് ഫുള്ളായിട്ട് അതിലേക്ക് ഇൻബിൽറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ഗ്രീസ് അപ്ലൈ ചെയ്യുക. സെറ്റ് ചെയ്യണ മുമ്പ് ഒരു കാര്യം നോക്കണം, ഇതിൻ്റെ അകത്തൊരു വാഷർ ഉണ്ടാവും. ആ വാഷറും കൂടി നൈസ് സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ബെയറിങ്ങിൽ നന്നായിട്ട് സ്ക്രാച്ച് വീഴും കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ സ്റ്റോപ്പറുണ്ട്, ഇതാണ് അതിൻ്റെ സ്റ്റോപ്പർ, കാണാൻ പറ്റുന്ന വിചാരിക്കും. ചെറിയൊരു സ്റ്റോപ്പറുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നേരെ ഫിക്സ് ചെയ്യാം. അപ്പോൾ അത് ഫുള്ളായിട്ട് ഫിക്സ് ചെയ്തിട്ട് കവർ ബാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നേരെ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ ടയർ സെറ്റ് ചെയ്തിട്ട് ഹെക്സ് ഇടുക. നേരെ വണ്ടി ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവമൊക്കെ വരുമ്പോൾ നേരെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഓക്കെ.